ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ കറിവേപ്പ് സ്പ്രിംഗ് സീസണിൽ എങ്ങനെ നന്നായി വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും, വിൻ്ററിൽ നമ്മൾ കറിവേപ്പൊക്കെ എടുത്ത് അകത്ത് വയ്ക്കും. പുറത്ത് വെച്ചാൽ ചെടി പോക്കായി പോവും. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു 3 വീക്സായിട്ട് സ്പ്രിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. 2-3 വീക്സായി. അപ്പോൾ അതിനുള്ളിൽ ചെടിയെ എങ്ങനെ ഇത്രയും ജീവനുള്ളതും പച്ചപ്പുള്ളതും ആക്കിയെടുക്കാമെന്നുള്ള ടിപ്സാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ള ചെടിയാണിത്. അപ്പോൾ ഒരു എവറി ഇയർ ഞാൻ ഇതിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പ്രിങ്ങിൽ ഇതിനെ എഗെയിൻ ജീവനുള്ളതാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വിൻ്ററിൽ ഡോമൻ സ്റ്റേജിലായിരിക്കും, അതുകൊണ്ടാണ് വീടിനകത്ത് വയ്ക്കുന്നത്. സ്പ്രിങ് ആവുമ്പോൾ നമ്മളതിനെ കുറച്ച് കെയർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് ഇതുപോലെ നല്ല വലുപ്പമുള്ള നല്ല പച്ചപ്പുള്ള ഇലകളൊക്കെ നമുക്ക് തരും. ഇതിനെ ഞങ്ങൾക്ക് പുറത്തിറക്കാറായിട്ടില്ല. ഇവിടെ ഇപ്പോഴും വെതർ ഓൺ ആൻഡ് ഓഫ് ആണ്. എബോവ് 50 ഫാരൻഹീറ്റ് ആയാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ചെടിയെ ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ചെടി ചീഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എൻ്റെ കറിവേപ്പ്. നമ്മുടെ ഫസ്റ്റ് ടിപ്പാണ് റൈസ് വാട്ടർ. റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ അരി കഴുകിയ വെള്ളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അരി കഴുകി നമ്മൾ ഊറ്റിയെടുക്കുന്ന വെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് അത് ചെടിക്ക് ചുറ്റിനുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നത് ചായയുടെ മട്ട്. നിങ്ങളെല്ലാവരും മട്ടെന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. കോട്ടയം സൈഡിലൊക്കെ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് മട്ടെന്ന് പറയും. അത് നല്ലപോലെ ചൂടാറിയ ശേഷം അതിൻ്റെ ഷുഗറിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ച് കഴുകി മാറ്റി ഉണക്കി ഒരു ബൗളിലാക്കി വെച്ചിട്ട് അത് ചെടിക്ക് ചുറ്റും ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ 1-2 ആഴ്ചയല്ലേ ആയുള്ളൂ. പിന്നെ ഇതാണ് പീൽ ഫെർട്ടിലൈസർ എന്ന് പറയും. ഇത് വളരെ എഫക്റ്റീവാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് 1 കപ്പ് വെള്ളത്തിൽ ഈ പഴത്തൊലി, മുട്ടയുടെ തോട്, ഉള്ളിത്തൊലി ഇതെല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് ചെടിക്ക് ചുറ്റുമായിട്ട് അതിൻ്റെ കൂടെ ഒരു 2-3 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട്, അതായത് ഡയല്യൂട്ട് ആക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരേ അടി ആ വെള്ളം അങ്ങനെ അങ്ങ് ഒഴിക്കരുത്. കാരണം ഡോർമൻ സ്റ്റേജിലായിരുന്ന ചെടിയാണല്ലോ, അതൊന്ന് ജീവൻ പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ. പിന്നത്തെ നമ്മുടെ ടിപ്പാണ് ബട്ടർ മിൽക്ക്, മോരും വെള്ളം. അതൊരു 1 ടേബിൾ സ്പൂൺ. നല്ല പുളിയുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. ഇത് മണ്ണിൻ്റെ അസിഡിക് ലെവൽ കൂട്ടും, ന്യൂട്രിയൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. ഇതിനൊക്കെ അപ്പോൾ ചെടിക്ക് നല്ല ഇലകളൊക്കെ കൂടുതലായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണിത്. ഇതൊക്കെ ഒരു മാസത്തിലൊന്നൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഇതുവരെ ചെയ്തില്ല, ചെയ്യാറായില്ല. എൻ്റെ ചെടി സ്പ്രിങ് തുടങ്ങിയിട്ട് 2-3 ആഴ്ചയല്ലേ ആയുള്ളൂ. ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അത് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മണ്ണ് നല്ല ഡ്രൈ ആയിരിക്കണം. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു കമ്പ് വല്ലതും ഇട്ട് ഇളക്കി മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കുക. പിന്നുള്ളതാണ്, ഇത് ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യമാണ്. ചിക്കൻ, ഫിഷ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വരുന്ന ബ്ലഡിൻ്റെ അംശമുള്ള റെഡ് കളറിലെ വാട്ടർ ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചിട്ട് ചെടിക്ക് ചുറ്റുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. തണ്ടേ ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃമികീടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് അരിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ചെടിക്ക് നല്ല പച്ച കളറും ഇലയ്ക്ക് നല്ല പച്ച കളറ്, നല്ല വലിപ്പമൊക്കെ വെക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എൻ്റെ ചില്ലി പ്ലാന്റ്സ്, എൻ്റെ ടൊമാറ്റോ പ്ലാന്റ്സ് എല്ലാത്തിനും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഉണക്കമീനിൻ്റെ പൊടി, ഉണക്കമീൻ പൊടിച്ചത് ഒരു ടീസ്പൂൺ, നോട്ട് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ പൗഡർ മിക്സ് ചെയ്തിട്ട് സോയിലിൽ മിക്സ് ചെയ്തിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫ്രൂട്ട്സ്, പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ ടൊമാറ്റോ പ്ലാന്റ്സ്, ചില്ലി പ്ലാന്റ്സ് അങ്ങനത്തെ ചെടിക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. ബോൺ മീലിനൊക്കെ പറ്റിയ നല്ലൊരു സൂപ്പർ ഫെർട്ടിലൈസറാണിത് കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈസി ആയിട്ടൊരു ഹോം മെയ്ഡ് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. 3-4 അല്ലി വെളുത്തുള്ളി മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് കുറച്ച് 1 ലിറ്റർ വെള്ളം ആയിട്ട് കുറച്ച്
വെള്ളം അല്ലെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളം അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി തളിച്ചാൽ മതി. ബെസ്റ്റ് പെസ്റ്റിസൈഡാണ് കേട്ടോ.